അല്ലാ അബൂക്ക് ഇറങ്ങിയ ആശാനെ, ഇയാളാണ് നമ്മളെ ഒറ്റപ്പെടുത്ത ആള്. ഞങ്ങളെ പേരിൽ കേസ് കൊടുക്കൂലേ? അബൂഖാനെ കൊടുക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ നാട്ടുകാരെടുത്ത തീരുമാനമാണ്. പോലീസ് ഒരു ചുക്കും ചെയ്യാൻ പോകില്ല, മനസ്സിലായോ? പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് സംസാരിച്ചു. ഒന്നുമില്ല, അന്ന് നിങ്ങളെ കാണാഴ്ച എങ്ങനെ വന്നതാ? അങ്ങനല്ല, നാട്ടിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നില്ലേ? എന്നെ കൊണ്ടുള്ള പ്രശ്നം? നിങ്ങളെ കൊണ്ടുള്ള പ്രശ്നമല്ല, 2-3 യുവാക്കൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ. നമ്മുടെ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെ പ്രയാസം, പിന്നെ കുട്ടികളൊക്കെ അവരുടെ ഇതിലാണുള്ളത്. പ്രശ്നങ്ങളൊക്കെ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞാൻ കേട്ട് മറ്റേ കഞ്ചാവ് പിള്ളേർക്ക് MDMA എന്താ അങ്ങനെ കൊടുക്കുന്നതൊക്കെ. അതെ, ഈ തറാവീന്റെ സമയത്തുള്ള പിന്നെ കുട്ടികളൊക്കെ പിന്നെ കൂട്ടിക്കൊണ്ടുപോവുക, പ്രശ്നങ്ങളൊക്കെ അമ്പലപ്പറമ്പിൽ പോയിട്ട് പിന്നെന്താ നമുക്ക് കൈകാര്യം ചെയ്യാൻ അറിയായിട്ടല്ല, പെണ്ണുങ്ങളുടെ വിചാരിക്കുമ്പോൾ ഉണ്ടായിട്ടാണ്. ഞാനാകുമ്പോ ഇതാക്കിക്കൊള്ളു. വേണ്ട വിധത്തിൽ അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ തീരുമാനമാക്കി തരണം നിങ്ങൾ. അതിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നാട്ടിൽ ചെന്നിട്ട് ഗുണ്ടാണ്, തെമ്മാടിയാണ്, അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഒരു 50 രൂപ ചോദിച്ചാലുണ്ടല്ലോ എല്ലാവരും മുഖം തുളിയും, നെറ്റ് ചൊളിച്ചാളി, എന്നെ കാണുമ്പോഴൊക്കെ ഇറങ്ങി പോയി കളി. ഇങ്ങനത്തെ ആവശ്യത്തിലൊക്കെ ഞാൻ നാട്ടുകാരായ ഞാൻ വേണം. എനിക്ക് ഈ നാടിനെ വലുത്. ഈ നാട്ടിലുള്ള പിള്ളേരെ വഴിതെറ്റിക്കാൻ ഞാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പിള്ളേരൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഓടിക്കുന്നത്. അന്നേരം ആൾക്കാർ പറയുന്ന അബൂക്ക അങ്ങനെയാണ് ഞാൻ പിള്ളേരെ ഓടിക്കുന്നത്, പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. എന്നെ കാണുമ്പോഴൊക്കെ കുഞ്ഞുങ്ങളെ ഓടിക്കളിയാണ്. അതുകൊണ്ടൊക്കെ അതൊക്കെയാണ്. ഇതൊക്കെ ഞാൻ അറിയാം, ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്നാണ്. ഞാനെന്ത് ചെയ്തോളാം. നമ്മുടെ നാടായി പോയിട്ട് നമ്മുടെ നാടിനെ രക്ഷിക്കണ്ടേ? എന്നാ ശരി കേട്ടോ. പോകുന്ന വല്ലപ്പോയൊക്കെ ഒരു 50 രൂപ ചോദിക്കുമ്പോ തരണം. ഓക്കെ, എന്നാ പോ, ഞാൻ കൈകാര്യം ചെയ്തോളാം. അല്ല, അവര് കരാട്ട കാണിക്കണ അല്ല, നാടൻ നല്ല മതി അല്ലേ? അതാ മതി. കളി വേണ്ട, ഞാനുണ്ട് ഇവിടെ. പോയിക്കൊണ്ട് ഇവിടുന്ന് കേട്ടാ. ഇത് തന്നെ പറഞ്ഞ മനസ്സിലായിക്ക. മനസ്സിലാകണം. നീയൊക്കെ വീട്ടിൽ പോകും കേട്ടാ. നിർത്തിക്കോ. ഇന്ന് തന്നെ ഇവിടുത്തെ സ്ഥലം വിട്ടാണോ? അല്ലെങ്കിൽ അരിഞ്ഞ് ഞാൻ ഞണ്ടിട്ട് കൊടുക്കും.